വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഒരു ബുള്ളറ്റ് ജേണൽ അല്ലെങ്കിൽ ബൂജോ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. 2026 ഒരു നല്ല ഇയറാക്കി മാറ്റാനും ആ ഇയർ ഒന്ന് ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബുള്ളറ്റ് ജേണൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് ഒരു ഡോട്ടഡ് ബുക്കാണ്. ഒന്നെങ്കിൽ ഗ്രിഡ് ബുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡോട്ടഡ് ബുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ സാധാ ഒരു നോട്ട് ബുക്കിലും ഈ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡോട്ടഡ് ബുക്കിലോ ഗ്രിഡ് ബുക്കിലോ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ ഫ്രണ്ട് പേജ് ഒന്ന് സെറ്റ് ചെയ്യാണ്. 2026 എഴുതിയിട്ടുള്ള ഒരു പേജാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കലണ്ടർ പിൻട്രസ്റ്റിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഫുൾ ഷീറ്റായിട്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ 2026 എന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു ബുള്ളറ്റ് ജേണലിൽ ഞാൻ മൊത്തത്തിൽ ഒരു ബ്രൗൺ തീം അല്ലെങ്കിൽ ഒരു ടെഡി തീമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇതൊക്കെ എടുത്ത് വെക്കുമ്പോൾ ആക്ച്വലി ഞാൻ ഈ ഒരു തീമിൽ ചെയ്യണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ചെയ്ത് വന്നപ്പോൾ ഈ ഒരു തീമിലായതാണ്. ഇനിയിപ്പോൾ ആ ഒരു ഫസ്റ്റ് പേജിലേക്ക് ഈ ഒരു 2026 എന്നുള്ള ഈ ഒരു ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സ്റ്റിക്ക് ചെയ്യുന്നതിന് പകരം നന്നായിട്ട് എഴുതി കൊടുക്കാനാവുന്നവരാണെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എനിക്ക് കുറച്ച് മടിയും പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ടും കൂടിയാണ് ഞാൻ ഏതായാലും ഒട്ടിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ താഴത്തായിട്ട് ദിസ് ബൂജോ ബിലോങ്സ് ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരും എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബുള്ളറ്റ് ജേണൽ ചെയ്യുമ്പോൾ ആദ്യം എല്ലാം പെൻസിൽ കൊണ്ട് ചെയ്ത് നോക്കുക, കാരണം എപ്പോഴും മിസ്റ്റേക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ എല്ലാത്തിൻ്റെ ഔട്ട്ലൈന് പെൻസിൽ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഓരോന്നും ഇങ്ങനെ പെന്നുകൊണ്ട് എഴുതി എടുത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞപ്പം ഈ പേജ് കുറച്ച് ബ്ലാങ്ക് ആയിട്ട് തോന്നിയപ്പോൾ ഒരു സ്റ്റിക്കറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പേജ് പറയുന്നത് ഇൻഡെക്സ് പേജാണ്. ഇതൊന്നുമില്ല, സിമ്പിളായിട്ട് മുകളിൽ ഇൻഡെക്സ് എന്ന് എഴുതി കൊടുത്തിട്ട് ഒരു വലിയ പാർട്ടീഷനും ഒരു ചെറിയ പാർട്ടീഷനും ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ വലിയ ഭാഗത്തിൽ കണ്ടൻസ് എഴുതാനും അതേപോലെ ആ സെക്കൻഡ് പോർഷനിൽ പേജ് നമ്പർ എഴുതാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ 2 പേജ് ഞാൻ എഴുതുന്നുണ്ട്. പിന്നെ ഇത് പ്ലെയിനായിട്ട് തോന്നിയപ്പോൾ ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോഴും പ്ലെയിനായിട്ട് തന്നെയാണ് തോന്നുന്നത് ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും. പക്ഷേ കുഴപ്പമില്ല, അതങ്ങനെ തന്നെ നിന്നോട്ടെ വിചാരിച്ച്. നമ്മൾ കണ്ടൻസ് എഴുതുമ്പോൾ കുറച്ചുകൂടി ഫില്ലാവും. ഇനി അപ്പുറത്തെ പേജിൽ കീസാണ് എഴുതി കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ബുള്ളറ്റ് ജേണൽ ചെയ്യുകയാണെങ്കിൽ അതിന് ആവശ്യമായിട്ട് കുറച്ച് കേസ് കാര്യങ്ങളുണ്ട്. അതായത് ടാസ്ക് കംപ്ലീറ്റ് ആയി, ടാസ്ക് മൈഗ്രേറ്റ് ചെയ്ത്, ഇവൻറ്റ്സ്, നോട്ട്സ് അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നിനെയും സൂചിപ്പിക്കാൻ വേണ്ടി ഓരോ കീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ കീ, സാധാ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു കീ ആണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വലിയ വേർഷൻ ഉണ്ട്, ഞാൻ ചെയ്യുന്നത് ഈ ഒരു വേർഷനാണ്. ഇനി ഇതൊന്നും അല്ലാതെ ഒരു പേജ് ഫുള്ളായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേർഷനാണ് ഇതാ ഇപ്പോൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പേജിൽ അടിയിൽ കുറേ അധികം സ്പേസ് കണ്ടതും കൊണ്ട് ഈ ഒരു ഇയർ മൊത്തം കീ ആയിട്ട് കൊണ്ട് നടക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വേർഡാണ് കൺസിസ്റ്റൻസി. അപ്പോൾ അത് ഞാനിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ട്. അത് എഴുതി കൊടുത്ത് ഒന്ന് ഹൈലൈറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പ്ലെയിനായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഈ ഒരു പേജിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിൽ എഴുതുന്നത് ക്വാർട്ടർലി ഗോൾസാണ്. അതായത് നമ്മളുടെ ഇയർലി ഗോൾസിനെ ഒന്ന് തരംതിരിച്ച് എഴുതുന്നുണ്ട്, ഏതൊക്കെ ക്വാർട്ടറിൽ നടക്കേണ്ട ഗോൾസാണെന്ന്. അതായത് ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. സെക്കൻഡ് ക്വാർട്ടറിൽ ഏപ്രിൽ, മെയ്, ജൂൺ. പിന്നത്തേൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ.
ലാസ്റ്റ് ക്വാർട്ടറിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ അങ്ങനെ 4 ക്വാർട്ടറായിട്ട് ഒരു ഇയറിനെ തിരിച്ചുകൊണ്ട് എഴുതുകയാണ് ഗോൾസിനെ. അപ്പോൾ ഇതുപോലെ 4 കള്ളി വരച്ചിട്ട് അങ്ങനെ എഴുതി കൊടുക്കുകയാണ്. Q1, Q2, Q3, Q4 ഹെഡിങ്ങും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് കുറച്ച് പ്ലെയിൻ ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഉള്ളിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ആദ്യം വിചാരിച്ചു Q1 Q4 മാത്രം ഹൈലൈറ്റ് ചെയ്യാമെന്ന്. പിന്നെ അത് മൊത്തത്തിലങ്ങ് ഹൈലൈറ്റ് ചെയ്തു. ആക്ച്വലി ഞാനിപ്പോൾ ഇതിൽ ഗോൾസും കാര്യമൊന്നും എഴുതുന്നില്ല. ജസ്റ്റ് ഒരു ബുള്ളറ്റ് ജേർണലിൻ്റെ ഔട്ട്ലൈൻ മാത്രം സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അങ്ങനെ ആ ഒരു പേജും കംപ്ലീറ്റ് ആക്കി. എന്നിട്ടൊരു ചെറിയ സ്റ്റിക്കറും ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ അതാ നെക്സ്റ്റ് ഇയർ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് ചെയ്യുന്നത്. അതായത് 2026 എല്ലാ മന്ത്സിൻ്റെയും കലണ്ടറും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലെ മെയിൻ ഇവൻറ്റ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു പേജ്. അങ്ങനെയാണ് ഈ ഒരു പേജ് സെറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയായിരുന്നു ഞാൻ നേരത്തെ ആ ഒരു കാണിച്ചിട്ടുള്ള ആ ഒരു ഷീറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു കലണ്ടർ. ഇനിയിപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 6 മന്ത് ഒരു പേജിലും 6 മന്ത് മറ്റൊരു പേജിലുമായിട്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലേ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ പെൻസിലുകൊണ്ട് കുറച്ചൊന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് വരയ്ക്കുക. കാരണം സ്പേസ് എത്ര വേണമെന്നും അതേപോലെ എത്ര 31 ആണോ 30 ആണോ ഡേറ്റ് ഉള്ളത് അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് ചെയ്യുക. ഈ ഒരു പേജ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ അതൊന്ന് എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളുടെയും ബർത്ത്ഡേയോ കാര്യങ്ങളോ ഒന്നും മിസ് ഔട്ടായി പോവില്ല. ഇനിതാ ഈ ഒരു പേജിൽ എഴുതുന്നത് മൈൽ സ്റ്റോൺസ് ഇൻ 2026 ആണ്. അതായത് 2026 നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണിത്. അങ്ങനെ ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിക്കറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പേജിൽ എഴുതുന്നത് എ ഇയർ ഇൻ പിക്സൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ്. അതായത് നമ്മളുടെ 2026 മൊത്തത്തിൽ നമുക്ക് എങ്ങനെയായിരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു മൂഡ് ട്രാക്കർ പോലെ എഴുതുന്നതാണിത്. അതായത് ആ ഒരു ഡേ എങ്ങനെയായിരുന്നു, അമേസിങ് ആണോ അല്ലെങ്കിൽ ഗുഡാണോ പ്രൊഡക്റ്റീവ് ആണോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് മുകളിലായിട്ട് ഫുൾ മന്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതി കൊടുക്കുന്നുണ്ട്. താഴോട്ട് അതേപോലെ 1 to 31 വരെയും എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോക്സസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രിഡ് നോട്ട്ബുക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ബോക്സസ് വരച്ചു കൊടുക്കേണ്ടിയില്ല. അപ്പോൾ ഞാൻ ഡോട്ടഡ് നോട്ട്ബുക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ ഏതൊക്കെ കളേഴ്സാണ് ഏതൊക്കെ മൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിലും ഇതേപോലെ തന്നെ ഒരു പിക്സലാണ് വരയ്ക്കുന്നത്. ഇത് ക്രൈയിങ് ലോഗാണ്. അതായത് നമ്മളൊരു ഇയർ എങ്ങനെ കരഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, എന്താണ് കൂടുതൽ നമ്മളെ ലൈഫിൽ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പേജ്. നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിൽ ഞാൻ സൈഡിൽ 1 to 31 കോളംസ് വിട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അത് എഴുതിയിട്ടില്ല. നെക്സ്റ്റ് പേജിൽ ചെയ്യുന്നത് റീഡിംഗ് ലോഗാണ്. അത് 3 പാർട്ടീഷൻ കൊടുത്തിട്ട് ഫസ്റ്റിൽ ബുക്ക് നെയിമും അത് എന്നാണ് വായിച്ച് തീർത്തതെന്നുള്ള ഡേറ്റും അതേപോലെ ആ ബുക്കിന് എത്ര റേറ്റാണ് കൊടുക്കുന്നതെന്നുള്ള സ്റ്റാർ റേറ്റിങ്ങുമാണ് ആ ഒരു പേജിൽ ചെയ്തിട്ടുള്ളത്. ഇനി മന്ത്ലി പൂജയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ജനുവരീൻ്റെ ഒരു ചെറിയ കലണ്ടർ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതും വരച്ചു കൊടുക്കാം.
എന്നിട്ട് പ്ലെയിൻ ആയിട്ട് തോന്നിയത് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് സൈഡിലൊന്ന് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ടായതുകൊണ്ട് അവിടെ മന്ത്ലി ഗോൾസ് എഴുതുന്നുണ്ട്. അതായത് ജനുവരിയിൽ തന്നെ കംപ്ലീറ്റ് ആക്കേണ്ട കുറച്ച് ഗോൾസും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്. ഇനി നെക്സ്റ്റ് പേജിൽ മുകളിൽ തന്നെ ജനുവരിയിൽ നിന്ന് ഇങ്ങനെ എഴുതിയിട്ട് ആ ഒരു മന്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു പേജാണ് ഇത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 വര മുകളിൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് താഴോട്ടും ഒരു സൈഡിൽ മാത്രം വരച്ചിട്ട് അത് 31 വരെ ഒരു ഭാഗത്ത് മാത്രം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് കള്ളീൻ്റെ മുകളിലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് ഓരോ കള്ളിൻ്റെയും മുകളിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് സ്കിൻ കെയർ, വാട്ടർ ട്രാക്കിങ്, പിന്നെ വർക്കൗട്ട്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ ട്രാക്ക് ചെയ്യേണ്ടത് അതിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തായിട്ട് 1 to 7, ഞാനിപ്പോൾ ഈ ഭാഗത്ത് 7 കാര്യങ്ങളാണ് ട്രാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തും ഞാൻ 1 to 7 എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ദിവസം നമ്മൾ 2 കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇതിൽ 2 അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഫുള്ളിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ ഒരു ഗ്രാഫ് പോലെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് ആ ഒരു പേജ്. ഇനി അപ്പുറത്തെ പേജിൽ, നെക്സ്റ്റ് പേജിൽ പ്രെയർ ലോഗാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നില്ല. ഈ ഒരു ഹാബിറ്റ് ട്രാക്കറിൻ്റെ ഈ ഒരു സംഭവം പ്രിൻ്റ് ഔട്ട് എടുത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റും ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെ താഴത്തൊരു ചെറിയ കോട്ടും എഴുതി കൊടുക്കുന്നുണ്ട്. അതായത് ഫെബ്രുവരിയിൽ ഇപ്പോൾ നമുക്ക് റമദാൻ വരികയാണല്ലോ, അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ജനുവരിയിൽ സിമ്പിളാക്കിയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.